അൻവർ മത്സരിക്കുന്നില്ല എന്നാണ് തലക്കെട്ടെങ്കിലും അൻവർ നിലമ്പൂരിൽ മത്സരിക്കും. ആ മത്സരിക്കുന്നതിന് മുന്നോടിയായുള്ള പത്രസമ്മേളനവും സ്വന്തം സാഹചര്യങ്ങളെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ പോലെ അവതരിപ്പിക്കുകയുമാണ് ഇന്ന് മീഡിയയ്ക്ക് മുന്നിൽ അദ്ദേഹം കാണിച്ചത്. അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സീറ്റിൻ്റെ മേൽ ഉറപ്പ് കിട്ടാത്തതുകൊണ്ടും ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരാളിനോടുള്ള പരമ്പരാഗതമായ വൈര്യം നിലനിൽക്കുന്നത് കൊണ്ടുമാണ് അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചത്. രണ്ടാമത്തേതാണ് ഇതിൽ മുഖ്യം. ആദ്യത്തേത് ഒരു കാരണമായി പറയുന്നെങ്കിലും ബാക്കിയെല്ലാം തന്നെ അദ്ദേഹം മറ്റു പല രീതിയിൽ രൂപപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നമടക്കമുള്ള സംഗതികൾക്കൊക്കെയും കാര്യങ്ങൾ നീക്കിയും കഴിഞ്ഞു എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് നിലമ്പൂരിൽ ത്രികോണ മത്സരമായിരിക്കും, അൻവർ സ്ഥാനാർത്ഥിയുമായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാടകീയത ഓരോ നിമിഷവും ഇങ്ങനെ തുടരുകയാണ്. ആ നാടകീയതയ്ക്കൊടുവിലാണ് ഇന്ന് രാവിലെ അൻവർ വളരെ ദീർഘമായ ഒരു പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനം ശ്രദ്ധയോടെ നോക്കിക്കാണുന്നവർക്ക് അദ്ദേഹം പിണറായി സത്തെയും അതുപോലെ തന്നെ UDF പാളയത്തിലെ VD സതീശൻ അടക്കമുള്ളവർക്കെതിരെയും വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നുവെച്ചാൽ രണ്ട് മുന്നണിയോടും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് രണ്ടുപേരെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് തന്നോട് അനുഭാവമുള്ള നേതാക്കളോട് മൃദുഭാവവും അല്ലാത്തവരോട് കാർക്കശ്യഭാവത്തിലുമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഞാൻ മത്സരിക്കുന്നില്ലെന്നും എന്നെ എല്ലാവരും ചേർന്ന് പാപ്പരാക്കിയെന്നും ഞാൻ വലിയ കടബാധ്യതയിലും കടക്കണിയിലും ജപ്തിയിലുമാണെന്നും ഒക്കെ പറഞ്ഞത് നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തിയതല്ല, അത് തെരഞ്ഞെടുപ്പ് അവതരണമായിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താൻ രംഗത്ത് വരുമ്പോൾ തൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക വഴി ഒരു സ്വീകാര്യത ഉണ്ടാക്കുക എന്ന ഒരു പ്രചരണായുധമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അദ്ദേഹം നിലപാട് മാറ്റാൻ പോകുന്നത് ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിലമ്പൂരിലെ ആളുകളൊക്കെയും മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ഓരോ പഞ്ചായത്തിലെയും പാവപ്പെട്ടവർ സഹായങ്ങളുമായി മുന്നോട്ട് വന്നു. ജനങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും എന്ന രീതിയിലായിരിക്കും അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുക. ഏതായാലും 3 പേരും കരുത്തരായ ഒരു ത്രികോണ മത്സരമായിരിക്കും അവിടെ ഉണ്ടാവുക. M സ്വരാജ് അവിടെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ എഴുതിത്തള്ളാനാവാത്ത ശക്തനായ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയുടെ നാവാണ്. വളരെ ദീർഘകാലമായി MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെന്നുള്ള നിലയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ 10 വർഷം MLA ആയിരുന്ന സാക്ഷാൽ PV അൻവറും രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടി ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോവുക. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള മണ്ഡലം കൊടുവള്ളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കൊടുവള്ളി മണ്ഡലത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ UDF അംഗത്വത്തിൻ്റെ പേരിലോ ഒക്കെയാണ് അദ്ദേഹം പിണങ്ങിയത് എന്ന് പറയുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെ പോലെ തൻ്റെ ഒരു പരമ്പരാഗത വൈരിയെ താൻ രാജിവെച്ച അല്ലെങ്കിൽ താൻ മൂലമൊഴിവ് വന്ന ഒരു സീറ്റിലേക്ക് പരിഗണിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ UDFനും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമായിരുന്നു. ചുരുക്കത്തിൽ അൻവർ തലവേദന ഉണ്ടാക്കിയത് മുഴുവൻ LDFനാണെങ്കിലും അവസാനം പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് UDFനുമാണ്. ത്രികോണ മത്സരം ഉറപ്പായും നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട്. ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം.